മെമ്പർ പിന്നെ അടിപൊളിയാണ്. ഞങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പിന്നെ ഈ അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നില്ല. പരിപൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക്. നമ്മൾ സൗകര്യം നിർത്തുന്ന രീതിയിൽ ആൾക്കാരായിട്ട് പിന്നെ സംസാരിക്കില്ല, മുണ്ടയില്ല, സ്റ്റേജിന്മേൽ കയറി പ്രസംഗിക്കാൻ കഴിയില്ല, അതൊക്കെ ഓരോ പിന്നെ കമന്റുകൾ എതിർകക്ഷിയുടെ അതാണ് മാറിക്കിട്ടിയത്. എതിർ സ്ഥാനാർത്ഥികളൊക്കെ എപ്പോഴും അവനെ അവൻ സംസാരിക്കൂല, ചിരിച്ച് നടക്കുക, ചെറിയ പയ്യൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ സീറ്റായ ഉടനെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നൊരു കളിയാക്കല്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ഞാൻ ആശംസകൾ അറിയിക്കാനല്ല വന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം സർഫാക്കാം, നമ്മളെ ചെയ്താക്കാം. ഞാൻ ടർഫ് പോയിരുന്നു, അവനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കണ്ടത് നിക്കണം, അതിന് പൂർണ്ണ പിന്തുണ തന്ന് എന്റെ കുടുംബം, പിന്നെ എന്റെ ഗ്യാങ് അറക്കണം. അവരാണ് ഇവിടെ എല്ലാവരും കൂടെ പിടിച്ച് ഇതിൽ വെച്ചത്. പിന്നെ അതിലേറെ ഉപരി നിങ്ങളാണ്, ഈ ഉമ്മമാര്, എന്റെ അമ്മമാര്, ഏട്ടന്മാര്, കാക്കമാര്, അനിയന്മാര്, അനിയത്തിമാര്, ഒന്നും രണ്ടും ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എനിക്ക് വേണ്ടി ജീവിച്ചെടുക്കുന്നത്. എനിക്കയാളോ കരച്ച് ഇതൊക്കെ സന്തോഷമില്ല. പിന്നെ ഇങ്ങോട്ട് പറയാനുള്ളത്, ചിരി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ഞാൻ ചെയ്യും. പിന്നെ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിന്ന് ഹബീബ്, സഫറു, പിന്നെ നമ്മളെ ഷാജിയേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. പേര് പറഞ്ഞാൽ തീരൂല, അത്ര മാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിൽ കയറാനും അവരെ പറ്റി, അവരോടല്ല എന്നെ പറ്റി പറയാനും, പിന്നെ ഇങ്ങനെ ചിരിച്ചു കാണിച്ചു നടന്ന എന്നെ നിങ്ങൾ അംഗീകരിച്ചു. എനിക്ക് വല്ലാത്തൊരു സന്തോഷമുള്ളത്. എനിക്ക് വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെല്ലാവരും സേവിക്കുക. അത് ഞാൻ എന്റെ 100% എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ സംഗതിയിൽ പ്രസംഗം കളിക്കട്ടെ, എന്തായാലും പറയാൻ വയ്യ. ഇനി ഇത് അപ്പുറം പ്രസംഗിക്കാനല്ല. അപ്പം ഉഷാറായപ്പം അപ്പൊ ധൈര്യമൊക്കെ കിട്ടിയില്ലേ സ്റ്റേജ് കയറിയപ്പോ? ഇനി നമുക്ക് വലിയൊരു പ്രോഗ്രാം നടന്ന് നമുക്ക് പ്രസംഗിച്ചൂടെ? ധൈര്യത്തിൽ ഇതുപോലെ തന്നെ പ്രസംഗിക്കണം.